ഹായ്, ഹലോ, നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഞാനും സുഖമായിട്ടിരിക്കുന്നു. ഒരുപാട് ദിവസമായി നിങ്ങളുടെ മുന്നിൽ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ട് ഒരുപാട് പേർ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, എന്തായി ഒരുപാട് ദിവസമായല്ലോ കാണാത്തത്, എന്തുകൊണ്ടാണ് വീഡിയോ ചെയ്യാത്തത്, നിങ്ങൾ വീഡിയോ നിർത്തിയോ എന്നൊക്കെ. എൻ്റെ പ്രിയപ്പെട്ട എല്ലാവരോടും പറയുകയാണ്, ഞാൻ കുറച്ച് ദിവസമായിട്ട് എനിക്ക് നല്ല പനിയായിരുന്നു. കഴിഞ്ഞ ഒരു 8 ദിവസത്തോളം പനി പിടിച്ച് കിടക്കലായിരുന്നു. ഒരു 3, 4, 5 ദിവസമാണ് നല്ല രീതിയിൽ പനി വന്നത്. അതിനുശേഷം നമ്മുടെ ബോഡി പോലും അത് താങ്ങാൻ പറ്റാത്തതുപോലെ അതികഠിനമായ ക്ഷീണമായിരുന്നു. അപ്പോൾ അതിൽ നിന്നെല്ലാം ഒരു മോചനം നേടി. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. വൈറൽ ഫീവർ എന്നാണ് ഡോക്ടർ പറഞ്ഞത്. അത് ആദ്യം മകനായിരുന്നു വന്നത്, പിന്നെ എനിക്കായി, പിന്നെ മകൾക്ക് കിട്ടി. അങ്ങനെയാണല്ലോ ഒരു കുടുംബത്തിൽ വന്ന് ചേർന്ന് കഴിഞ്ഞാൽ. ഇപ്പം കുഴപ്പമൊന്നുമില്ല, ഏകദേശം നോർമലായിട്ടൊക്കെ വരുന്നു. ശബ്ദമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ വീഡിയോ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ശബ്ദമാണല്ലോ നിങ്ങൾ കൂടുതലായും കേൾക്കുന്നത്. ആ ഒരു സമയത്ത് ഞാൻ ചെയ്യാൻ ആഗ്രഹിച്ച ഒരു വീഡിയോ ആയിരുന്നു. ആ പനിച്ച് കിടക്കുന്ന ഒരു സമയത്ത് എൻ്റെ ഒരു അത്രമേൽ പ്രിയപ്പെട്ട ഒരു സുഹൃത്ത് എനിക്ക് ഒരു മെസ്സേജ് അയച്ചു. ചേച്ചി, ഇതിനൊരു മറുപടി തരാമോ? നിങ്ങൾ അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടല്ലോ, നിങ്ങളടുത്ത് എന്തും ചോദിക്കാം, നിങ്ങൾ അതിന് വ്യക്തമായ മറുപടി തരുമെന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. മെസ്സേജ് ഞാനിവിടെ പിൻ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും അത് വായിച്ചു നോക്കാം. മെസ്സേജ് വായിക്കാൻ ഒരുപാടുള്ളത് കൊണ്ട് ഞാൻ ആ മെസ്സേജിൻ്റെ ഇതിവൃത്തം മാത്രം പറയാം. ഈ സമൂഹത്തിൽ പെൺകുട്ടികൾ എന്ന് പറയുമ്പോൾ എല്ലാവരിടത്തും നല്ല രീതിയിൽ ചിരിച്ച് സംസാരിച്ച് വളരെ നല്ല രീതിയിൽ പെരുമാറുന്ന ഏതൊരു പെൺകുട്ടിക്കും നമ്മുടെ നാട്ടിലെ ചില പകൽ മാന്യന്മാർ എന്ന് വിശേഷിപ്പിക്കുന്ന കുറച്ച് പേർ അശ്ലീല ചൊവ്വയോടുകൂടി അയക്കുന്ന മെസ്സേജുകൾ, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ കൂടുതൽ അടുത്ത് സംസാരിക്കുമ്പോൾ അവരെ കഴിച്ചിട്ട് ഈ ഭൂമിയിൽ മറ്റാരുമുള്ളൂ എന്നുള്ള രീതിയിൽ മോശമായിട്ട് പ്രതികരിക്കുന്ന ഒരുപാട് മനുഷ്യരെക്കുറിച്ച് പറയില്ലേ, വെളുത്ത വസ്ത്രമണിഞ്ഞ ആളുകളെന്ന്, പകൽ മാന്യന്മാർ എന്ന്. അതുപോലെ നമ്മുടെ സമൂഹത്തിൽ അങ്ങനെ ഒരുപാട് പേരുണ്ട്. നമുക്ക് ആർക്കും അവരെ സമൂഹത്തിൽ ഇറങ്ങിച്ചെന്നുകൊണ്ട് അവർ മോശമാണെന്ന് പറയാൻ കഴിയില്ല. കാരണം അവർ ജീവിക്കുന്ന ആ ഒരു ചുറ്റുവട്ടം, അല്ലെങ്കിൽ അവർ സമൂഹത്തിൽ അങ്ങനെയാണ് അവരുടെ ഒരു ഇമേജ് ഉണ്ടാക്കി തീർത്ത് വച്ചിരിക്കുന്നത്. ആ ഒരു ഇമേജിനെ തകർക്കാനോ ആർക്കും കഴിയുകയുമില്ല. പറയുന്നവർ മോശക്കാരായി ചിത്രീകരിക്കാനല്ലാതെ ആരും ശ്രമിക്കുകയുമില്ല. അതാണ് ഈ കുട്ടിയുടെ ഏറ്റവും വലിയ പ്രശ്നം. അവളോട് ഏറ്റവും കൂടുതൽ ചുറ്റിപ്പറ്റി നിൽക്കുന്ന, അവളോട് ഏറ്റവും കൂടുതൽ അടുത്ത് സംസാരിക്കുന്ന ആളുകൾ അവരെ തെറ്റിദ്ധരിക്കുകയും അവൾക്ക് മോശമായ കമൻറ്റുകൾ എഴുതുകയും മോശമായ രീതിയിൽ അവളോട് സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അവൾ പറയുന്നു, രാത്രി ഒരു 10 മണിക്ക് ശേഷം വാട്സപ്പ് യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം വാട്സപ്പിൽ വരുന്ന ആ അശ്ലീല ചൊവ്വയോട് കൂടിയിട്ടുള്ള മെസ്സേജസ് കാണുമ്പോൾ അവൾ തന്നെ തകർന്നു പോവുകയാണെന്നാണ് അവൾ എൻ്റെ അടുത്ത് പറഞ്ഞത്. കാരണം ഈ സമൂഹത്തിൽ സ്ത്രീകൾ എന്ന് പറയുമ്പോൾ എല്ലാവരും ഒരുപോലെയാണ്, അല്ലെങ്കിൽ എല്ലാ പുരുഷന്മാരെ കാണുമ്പോൾ അവർ എന്തിനോ വേണ്ടി ദാഹിച്ച് നടക്കുന്ന സ്ത്രീകളാണ് എല്ലാവരും എന്നുള്ള നിങ്ങളുടെ മിഥ്യാധാരണയാണ് ഇന്ന് സമൂഹത്തിൽ ഏറ്റവും കൂടുതലുള്ളത്. നിങ്ങളുടെ വീട്ടിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഭാര്യയുണ്ടാവാം, മക്കളുണ്ടാകാം, അമ്മമാരുണ്ടാകാം, പെങ്ങന്മാരുണ്ടാവാം. അവരൊക്കെ നല്ല ആളുകൾ. അല്ലാതെ കാണുന്ന എല്ലാ സ്ത്രീകളും എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളോട് മോശമായി സംസാരിക്കണം, നിങ്ങളുടെ ഇംഗിതങ്ങൾക്ക് വഴങ്ങിക്കൊടുക്കുന്നവരായിരിക്കണം. ആ ഒരു മിഥ്യാധാരണ ഏതൊരു പുരുഷനും എടുത്തു മാറ്റുന്നോ അന്ന് മാത്രമേ നമ്മുടെ സമൂഹം നന്നാവുകയുള്ളൂ. ഞാനൊക്കെ ഒരുപാട് പേരോട് നന്നായിട്ട് സംസാരിക്കുന്ന ഒരാളാണ്. എനിക്ക് അങ്ങനെ വലിപ്പം ചെറുപ്പമൊന്നുമില്ല. ചിലപ്പോൾ ഏറ്റവും ഒരു 5 വയസ്സുള്ള കുട്ടികളോടും അല്ലെങ്കിൽ 50 വയസ്സുള്ള മുതിർന്ന 60 വയസ്സുള്ള മുതിർന്ന ആളുകളോടും ഞാൻ ഒരുപോലെ ഇഷ്ടത്തോടെ സ്നേഹത്തോടെ പെരുമാറുന്ന ഒരാളാണ്. അപ്പോൾ എന്നെയൊക്കെ തെറ്റിദ്ധരിച്ച് മോശമായ രീതിയിൽ കാണുകയോ സംസാരിക്കുകയോ ചെയ്യുമ്പോൾ എനിക്ക് അവരോട് വെറും പുച്ഛമാണ് തോന്നാറുള്ളത്. കാരണം നമ്മൾ ഒരാളെ എത്രമേൽ ഇഷ്ടപ്പെടുന്നു, അല്ലെങ്കിൽ നമ്മൾ ഒരാളെ എത്രമേൽ ബഹുമാനിക്കുന്നു, ആ ബഹുമാനം അവിടെ നഷ്ടമാകുന്നു. പിന്നെ നമ്മൾ അവരെക്കുറിച്ച് ചിന്തിക്കേണ്ടതില്ലല്ലോ. എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട ഈ സുഹൃത്തിനോട് പറയാനുള്ളത്, ആദ്യം നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്നാണ് ചോദിച്ചത്. ഞാൻ പറയുന്നത് എൻ്റെ ഒരു ജീവിതയാത്രയിൽ ഞാൻ അനുഭവിച്ച, ഞാൻ മനസ്സിലാക്കിയിടത്തോളം നമ്മൾ അങ്ങനെയുള്ള കോണ്ടാക്റ്റുകൾ നമ്മുടെ ഫോണിൽ നിന്ന് ആദ്യമേ മാറ്റിക്കളയുക. ബ്ലോക്ക് ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞേക്കുക. കാരണം പിന്നെ അങ്ങനെയുള്ളവർ നമ്മളെ ഫോണിലേക്ക് കോൾ ചെയ്തൊന്നും സംസാരിക്കുമ്പോൾ നമുക്ക് ചുറ്റുവട്ടം ആളുകളുണ്ടാവും, നമ്മുടെ പ്രിയപ്പെട്ടവരുണ്ടാവും.
ആദ്യമേ ചെയ്യേണ്ടത് അതാണ്. പിന്നെ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അങ്ങനെയുള്ളവരോട് സംസാരിക്കാൻ പോകാതിരിക്കുക. കാരണം അവരോട് 2 3 തവണ കാണുമ്പോൾ മുഖം തിരിഞ്ഞ് നടക്കുമ്പോൾ തീർച്ചയായിട്ടും അവർ ചോറ് തിന്നുന്ന മനുഷ്യനാണെങ്കിൽ തീർച്ചയായിട്ടും മനസ്സിലാവും ഇവർ നമ്മളിൽ നിന്ന് അകന്നാണ് പോകുന്നത്, ഇവർക്ക് നമ്മളോട് സംസാരിക്കാൻ താല്പര്യമില്ല എന്നുള്ള നഗ്നമായ ഒരു യാഥാർത്ഥ്യം. മറ്റൊന്ന് ചെയ്യേണ്ടത്, ഇങ്ങനെയുള്ള ഒരു വിഷമം വരുമ്പോൾ നിങ്ങൾക്ക് അത്രമേൽ പ്രിയപ്പെട്ട, അത് അച്ഛനാവാം, അമ്മയാവാം, ജ്യേഷ്ഠനാവാം, നിങ്ങൾക്ക് വിശ്വാസമുള്ള, നിങ്ങൾ പറയുന്നത് കേൾക്കും എന്ന് തോന്നുന്നവരോട് ഈ കാര്യം ഷെയർ ചെയ്യുക. കാരണം നാളെ ഏതെങ്കിലും രീതിയിൽ നിങ്ങളുടെ അരികിലേക്ക് ഒരു ഉപദ്രവമായ ഒരാൾ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ ഉറപ്പായിട്ടും നിങ്ങളുടെ ചുറ്റിലും ആരെങ്കിലുമൊക്കെ കാണണം. അവരുമായിട്ട് ഷെയർ ചെയ്യുക. അത്രമേൽ വിശ്വാസമുള്ളവർ. കാരണം നമ്മുടെ അച്ഛനേക്കാൾ, അമ്മയേക്കാൾ, നമ്മുടെ ജ്യേഷ്ഠ സഹോദരങ്ങളെക്കാൾ വേറെ ആരും നമുക്ക് വിശ്വസിക്കാനാവില്ല. അത്തരത്തിൽ പിന്നെ വേറെ ഒന്ന് പറയാനുള്ളത്, ഇങ്ങനെയുള്ളവർ പറയുന്നത് കേട്ടിട്ടും ഇങ്ങനെയുള്ളവർ സംസാരിക്കുന്നത് കേട്ടിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എങ്ങനെയാണോ എല്ലാവരോടും പെരുമാറുന്നത് അതുപോലെ തന്നെ പെരുമാറി മുന്നോട്ട് പോവുക. നമ്മുടെ സന്തോഷം നഷ്ടപ്പെടുത്താനും നമ്മളുടെ ഇഷ്ടങ്ങൾ ഇല്ലായ്മ ചെയ്യാനും ഒരുപാട് പേരുണ്ടാകും. പക്ഷേ നമുക്ക് ഒരു നിമിഷത്തെ സന്തോഷം തരുവാനും അല്ലെങ്കിൽ ഒരു നിമിഷത്തെ സമാധാനം തരുവാനും നമ്മൾ മാത്രമേ കാണുള്ളൂ. ആരും അതിലെതിരെ ചിന്തിക്കുകയോ പ്രവർത്തിക്കുകയുമില്ല. നമ്മൾ മാത്രം. ഞാൻ എല്ലാ വീഡിയോയിലും ആ കാര്യം പറയാറുണ്ട്. പക്ഷേ അത്രമേൽ സ്നേഹിക്കുന്നവരോട് തീർച്ചയായിട്ടും ഒന്ന് ഷെയർ ചെയ്യുക. മൊബൈലിൽ നിന്ന് അവരെ ബ്ലോക്ക് ചെയ്ത് മാറ്റിയേക്കുക. കാണുമ്പോൾ മിണ്ടാതിരിക്കുക. ഈ 3 കാര്യങ്ങളും ചെയ്താൽ തന്നെ ഒരു പരിധി വരെ നമുക്ക് അവരിൽ നിന്ന് ഒരു മോചനം കിട്ടും. വീണ്ടും വീണ്ടും ഉപദ്രവിക്കുകയാണെങ്കിൽ മാത്രമല്ലേ നമ്മൾ വേറെ ഫർദർ പ്രൊസീജിയേഴ്സിലേക്കൊക്കെ കടക്കേണ്ടതുള്ളൂ. അത്രയേ ഉള്ളൂ. അതുകൊണ്ട് ടെൻഷൻ അടിക്കേണ്ട. എന്ന് പറയുമ്പോൾ മറ്റുള്ളവരുടെ ഒരു കളിപ്പാവയായി അവർ കാണുന്നിടത്തോളം കാലം നമുക്ക് അവരെ നന്നാക്കാനൊന്നും കഴിയില്ല. പക്ഷേ നമ്മൾ മാറിപ്പോയിക്കൊള്ളുക. നമ്മളുടെ പാത വെട്ടിത്തെളിച്ചുകൊണ്ട് തന്നെ നമ്മൾ മുന്നോട്ട് പോയിക്കൊള്ളുക. പരിഹസിക്കാനും കളിയാക്കാനും കുറ്റം പറയുവാനൊക്കെ 1000 പേർ കാണും. പക്ഷേ നമ്മളെ നന്മയിലേക്ക് നയിക്കാൻ കുറച്ച് പേർ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇനി ആരും തന്നെ ഇല്ലെങ്കിലും നമ്മളായിട്ട് തന്നെ ഈ ഭൂമിയിൽ ജീവിക്കുക. സന്തോഷം നമ്മളുടെ കൂടെ വന്നോളും. ഇങ്ങനെയുള്ളവരെയൊക്കെ പൊടുന്നനെ അങ്ങ് മാറ്റി നിർത്തിയേക്കുക. സന്തോഷം തനിയെ വന്നോളും.